ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുവർണ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ സായുധ സേനയെ പ്രശംസിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പെഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യൻ സേന നടത്തിയ നിർണായക സൈനിക നടപടിയെക്കുറിച്ച് കേന്ദ്ര മന്ത്രിസഭായോഗത്തിൽ അദ്ദേഹം വിശദീകരിച്ചു. പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. നിർണായക നീക്കത്തിൽ കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിശദാംശങ്ങൾ അറിയിക്കുന്നതിനായി പ്രധാനമന്ത്രി രാഷ്ട്രപതി ഭവനിലെത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനെ നേരിൽ കണ്ടു. നാളെ രാവിലെ 11 മണിക്ക് കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. സൈനിക നടപടിയുടെ വിശദവിവരങ്ങൾ യോഗത്തിൽ പങ്കുവയ്ക്കും. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സേന ഇന്നലെ അർദ്ധരാത്രി 1:05-നും 1:30-നും ഇടയിൽ പ്രത്യാക്രമണം നടത്തിയത്. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ഭീകരരുടെ താവളങ്ങളെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം. പാക് സൈനിക കേന്ദ്രങ്ങളെ ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യമിട്ടിരുന്നില്ല. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള അതിർത്തി ഗ്രാമങ്ങളിൽ ഷെല്ലാക്രമണം നടത്തി പാകിസ്ഥാൻ സേന. പാക് ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെടുകയും കുട്ടികളടക്കം 43 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുകയാണ്. ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച നിരവധി പാക് സൈനിക പോസ്റ്റുകൾ ഇന്ത്യൻ സേന തകർത്തതായാണ് വിവരം. ഷെല്ലാക്രമണം ആരംഭിച്ചതിന് പിന്നാലെ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ബങ്കറുകളിലും സുരക്ഷിത ഇടങ്ങളിലും അഭയം തേടി. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി സിവിൽ ഡിഫൻസ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിന് രാജ്യവ്യാപകമായി ഇന്ന് മോക്ക് ഡ്രിൽ നടന്നു. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 126 കേന്ദ്രങ്ങളിലാണ് ഇന്ന് മോക്ക് ഡ്രിൽ നടന്നത്. വൈകുന്നേരം 4 മണിക്ക് ആരംഭിച്ച മോക്ക് ഡ്രിൽ അരമണിക്കൂർ നീണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, ഡിജിപിമാർ, ചീഫ് സെക്രട്ടറിമാർ എന്നിവരുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ യോഗം ചേർന്നു. ജമ്മുകശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, സിക്കിം, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാരും ജമ്മുകശ്മീരിലെയും ലഡാക്കിലെയും ലഫ്റ്റനന്റ് ഗവർണർമാരും യോഗത്തിൽ പങ്കെടുത്തു. പെഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളോ ഫോട്ടോഗ്രാഫുകൾ, വീഡിയോകൾ എന്നിവയോ കൈവശമുള്ള വിനോദസഞ്ചാരികളും സന്ദർശകരും പ്രദേശവാസികളും ഉടൻ തന്നെ തങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ദേശീയ അന്വേഷണ ഏജൻസി. 9654958816 എന്ന മൊബൈൽ നമ്പറിലോ 0112436880 എന്ന ലാൻഡ് ലൈൻ നമ്പറിലോ വിവരങ്ങൾ നൽകണമെന്ന് NIA അഭ്യർത്ഥിച്ചു. തീവ്രവാദത്തിനെതിരായി കേന്ദ്ര സർക്കാരും പ്രതിരോധ സേനകളും സ്വീകരിക്കുന്ന നടപടികൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. പെഹൽഗാമിൽ നിരപരാധികളെ കൊലപ്പെടുത്തിയവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കാനും പാകിസ്ഥാനിൽ ഭീകരവാദ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനുമുള്ള നയതന്ത്രപരമായ ഇടപെടലുകൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടുത്ത പോപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവിന് വത്തിക്കാനിൽ തുടക്കമായി. രാവിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന വിശുദ്ധ കുർബാന അർപ്പണത്തിന് ശേഷമായിരുന്നു വോട്ടവകാശമുള്ള കർദിനാൾമാരുടെ സംഘം സിസ്റ്റിൻ ചാപ്പലിൽ തെരഞ്ഞെടുപ്പിനായി ഒത്തുകൂടിയത്. ഓരോ കർദിനാൾമാർക്കും ഒരാളുടെ പേര് നാമനിർദ്ദേശം ചെയ്യാം. ഇലക്ടറൽ കോളേജിന്റെ 2/3 അംഗങ്ങൾ പിന്തുണയ്ക്കുന്ന കർദിനാൾ സമ്മതിച്ചാൽ അദ്ദേഹമായിരിക്കും അടുത്ത പോപ്പ്. CBI ഡയറക്ടർ പ്രവീൺ സൂദിന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. മന്ത്രിസഭാ നിയമനകാര്യ സമിതിയാണ് കാലാവധി ദീർഘിപ്പിക്കാൻ അനുമതി നൽകിയത്. പ്രവീൺ സൂദിന്റെ ഔദ്യോഗിക കാലാവധി ഈ മാസം 25-ന് അവസാനിക്കാനിരിക്കെയാണ് തീരുമാനം. പാലക്കാട് IITയുടെ അക്കാദമിക അടിസ്ഥാന സൌകര്യ വികസനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഇന്ന് ചേർന്ന കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. പാലക്കാട് അടക്കം 5 പുതിയ IITകളുടെ അടുത്ത ഘട്ടത്തിലേക്കുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാണ് കേന്ദ്രം അംഗീകാരം നൽകിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ 32 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കൊച്ചി നഗരത്തിലെ 6 കനാലുകൾ പുനരുജ്ജീവിപ്പിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിനും നഗരത്തിലെ നിരന്തരമുള്ള വെള്ളപ്പൊക്ക ഭീഷണി ലഘൂകരിക്കുന്നതിനുമായി 3716 കോടി രൂപയുടെ പദ്ധതിക്കും വ്യവസ്ഥകളോടെ ഭരണാനുമതി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ റേഡിയോ ഡയഗ്നോസിസ് വകുപ്പും ന്യൂറോളജി വകുപ്പും തമ്മിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിച്ച് ദിവസം 60 പേർക്ക് സ്കാനിംഗ് നടത്താനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഇക്കാര്യത്തിൽ സ്വീകരിച്ച നടപടികൾ 3 ആഴ്ചയ്ക്കകം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കമ്മീഷന് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ കൊൽക്കത്ത 15 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 124 റൺസ് എടുത്തിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.